ഹലോ ഗൈസ്, ഐം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ വളരെ കാലം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫാൻസിനെല്ലാം ആഘോഷിക്കാനും ആസ്വദിക്കാനും അവസരമൊരുക്കിയ MCU മൂവി, അല്ല മാർവൽ പടം എന്ന് തന്നെ പറയാം. ശരിയാണ്, കട്ട മാർവൽ ഫാൻസിനെ ഉത്സാഹത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച, ക്വാളിറ്റി പോയി എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയാൻ നിന്ന മാർവലിന് ഒരു പുതുശ്വാസം നൽകിയ പടം തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഞാൻ പടത്തിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ മാർവൽ ഫാൻസിന് വേണ്ടി അറിഞ്ഞുണ്ടാക്കിയ സിനിമയാണിത്. അതും പേരിന് കുറേ ഫാൻ സർവീസ് വാരി വിതറാതെ പ്രോപ്പർലി പ്ലേസ് ചെയ്ത ക്യാമിയോസും എപ്പിക്കും ഇമോഷണലുമായ മൊമെൻറ്റ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞിരുന്നു ഈ സിനിമ. പക്ഷേ ആ ഒരു സെലിബ്രേഷൻ്റെ ഇടയിൽ പലരും വിട്ടുപോയ അല്ലെങ്കിൽ അധികം ശ്രദ്ധ കൊടുക്കാതിരുന്ന ചില കാര്യങ്ങൾ, ചില പ്രോബ്ലംസ് ഈ പടത്തിനുണ്ട് സ്റ്റോറി വൈസ്. ഇതൊരു ഡെഡ്പൂൾ പടമല്ലേ, സ്റ്റോറിയൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം. ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോറിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെടാൻ ഇത് ലോകോത്തര സംഭവമൊന്നും അല്ലല്ലോ. പക്ഷേ നമ്മുടെ ചാനലിൽ മുൻപൊക്കെ MCUവിലെ പല പല പ്ലോട്ട് പോയിന്റ്സിനെ കുറിച്ചും തിയറികളെ കുറിച്ചും വേൾഡ് ബിൽഡിങ്ങിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്, നമ്മുടെ ചാനലിനെ കുറച്ച് കാലമായിട്ട് ശോകാവസ്ഥയാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെഡ് വുൾഫ് ആണ്. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് എൻ്റെ പണ്ടത്തെ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം കൊടുത്ത ചേട്ടന്മാർ നമുക്ക് അവരുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കളക്ഷനിലെ കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഈ ടീഷർട്സിലെല്ലാം കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണ്. ഡെഡ്പൂളും വോൾവറിനും മാത്രമല്ല കേട്ടോ, മാർവൽ, DC, ആനിമേ, സീരീസ്, കോമിക്സ്, അങ്ങനെ പോപ്പ് കൾച്ചറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. ടീഷർട്സ്, ഹുഡീസ്, ക്യാപ്സ്, പോസ്റ്റേഴ്സ്, അങ്ങനെ പലതരം ആക്സസറീസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൊമോ കോഡായിട്ടുള്ള സൂപ്പർ 10 യൂസ് ചെയ്താൽ ഒരു 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. സോ മടിച്ചു നിൽക്കണ്ട, ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ഓപ്പണിങ് വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ മൂവി ഓപ്പണിങ്സ് ആണ്. ഇതിനകത്ത് ഡെഡ്പൂളിൻ്റെ ഡാൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായതാണ്. ആൻഡ് ടു ടെൽ യു ദ ട്രൂത്ത്, ഞാനും വളരെയധികം ആസ്വദിച്ച, ചിരിച്ച ഒരു സീനാണിത്. പക്ഷേ ആ ഒരു സീനിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി അവർ വില നൽകിയത് മാർവൽ മൂവീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമോഷണൽ മൊമെൻറ്റ്സ് ആണ്, ലോഗൻ്റെ മരണം. ലോഗൻ സിനിമയുടെ എൻഡിങ് കണ്ട് സങ്കടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ഇമോഷണലായ ഒരു യാത്രയപ്പാണ് വോൾവറിൻ എന്ന ഐക്കോണിക് ക്യാരക്ടറിന് ആ മൂവിയുടെ എൻഡിങ്ങിൽ ലഭിച്ചത്. അതിനെയാണ് ഇവന്മാർ പൊങ്കാലയിട്ടത്. പോട്ടെ, അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞൊന്നും മാത്രം. ഡെഡ്പൂളാണ് ആള്, ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. സോ ഇത് സ്റ്റോറിയുടെ അല്ലെങ്കിൽ മൂവിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ തൽക്കാലം കൂട്ടുന്നില്ല. പക്ഷേ ഈ ലോഗനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്റ്റോറി വൈസ് ഇതിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ഇരിക്കുന്നത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ടൈം ലൈൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കഥ നടക്കുന്നത് 2024 ലോഗൻ സിനിമയുടെ കഥ നടക്കുന്നത് 2029. സംഭവം അവിടെ തന്നെ ഒരു സ്റ്റോറി പ്രോബ്ലം വരുന്നുണ്ട്. അതായത് മ്യൂട്ടൻസും എക്സ്മെനും എല്ലാം ആക്റ്റീവായി നിൽക്കുന്ന 2024 സെറ്റിങ്ങിൽ നിന്ന് 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കാലം കൊണ്ട് മ്യൂട്ടൻസിനെ വംശനാശം വന്ന പോലത്തെ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓർക്കുമ്പോൾ സ്റ്റോറി വൈസ് ടൈം ലൈനെ പറ്റി അധികം മിണ്ടുന്നില്ലെങ്കിലും ഈവൻ ഡെഡ്പൂൾ 2-ൽ യങ് എക്സ്മെൻ്റെ ക്യാമിയോ വരുന്നുണ്ടെങ്കിലും ഡെഡ്പൂളിൻ്റെ കഥ നടക്കുന്നത് നോർമൽ എക്സ്മെൻ മൂവി യൂണിവേഴ്സിലാണ്. അതായത് എക്സ്മെൻ്റെ ഒക്കെ ഗ്രോൺ അപ്പ് വേർഷൻസ് ഉള്ള ടൈമിൽ. ആൻഡ് ഓൾസോ നോട്ട് ദാറ്റ് ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിൽ അവസാനം കാണിക്കുന്ന ചേഞ്ച്ഡ് ഫ്യൂച്ചർ ഏകദേശം 2025 കാലഘട്ടത്തിലാണ് വരുന്നത്. സോ അവിടെ തന്നെ ഫസ്റ്റ് പ്രോബ്ലം, ടൈം ലൈൻ അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഓക്കെ, വേണേ പറയാം ഇതൊരു ഡെഡ്പൂൾ സിനിമയല്ലേ, ടൈം ലൈനൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ നിന്നാൽ ഒരു കാര്യമില്ലാന്ന്. ശരിയാണ്, പക്ഷേ എന്നാലും ലോജിക്കിന് കുറച്ച് സ്ഥാനം കൊടുക്കണ്ടേ? കാരണം ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിലെ ഫ്യൂച്ചറിലാണ് ലോഗൻ മരിക്കുന്നത്. അത് TV-യിൽ പോകുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. ആ യൂണിവേഴ്സിലെ ആങ്കർ ബീയിങ് ആണ് ലോഗൻ. അതുകൊണ്ട് തന്നെ ലോഗൻ മരിക്കുമ്പോൾ ആ ടൈം ലൈനും നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡെഡ്പൂൾ വേറൊരു വോൾവറിനെ പകരം കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ അവിടെ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ ലോഗൻ ഇപ്പോഴും ജീവനോടെയുണ്ട്, അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി എക്സ്മെൻ. എങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലോഗൻ്റെ മരണം പ്രിവെൻറ്റ് ചെയ്താൽ പ്രശ്നം തീർന്നല്ലോ. ഇല്ല, MCUവിൻ്റെ ടൈം ട്രാവൽ റൂൾസ് വേറെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാലും ഡെഡ്പൂൾ 2-ൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ് ഡെഡ്പൂൾ കേബിളിൻ്റെ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ടൈം ലൈൻ ചേഞ്ച് ചെയ്യുന്നത്. സോ ഇവിടെയും അത് പോസിബിൾ ആണ്. സോ ടെക്നിക്കലി ലോഗൻ്റെ മരണം നേരത്തെ പ്രിവെൻറ്റ് ചെയ്താൽ പ്രശ്നം തീർന്നു. ഇത്ര പണിപ്പെട്ട് വേറെ യൂണിവേഴ്സിൽ പോയി ഒരു ലോഗനെ കൊണ്ടുവരേണ്ട കാര്യമില്ല.
സോ ഈ ഒരു ബ്ലണ്ടറിന് ആകെയുള്ള എക്സ്പ്ലനേഷൻ മൂവി പ്രൊഡക്ഷൻ സമയത്ത് റയൻ റെയ്നോൾഡ്സ് ഒക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ലോഗൻ സിനിമയിലെ ഇവൻസിനെ ഇവർ ടച്ച് ചെയ്യില്ല, അതിനെ ഒരു തരത്തിലും മാറ്റില്ല. സംഭവം ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ ആ പ്രോമിസ് എടുത്ത് കാട്ടിക്കളഞ്ഞെങ്കിലും അവർ പറഞ്ഞത് ശരിയാണ്. ഡെഡ്പൂൾ സ്വന്തം യൂണിവേഴ്സിലെ ലോഗൻ്റെ മരണത്തെ തടയാൻ നിന്ന് കഴിഞ്ഞാൽ ലോഗൻ സിനിമയുടെ കഥ മാറും. ആ എൻഡിങ്ങിന് ഒരർത്ഥവും ഉണ്ടാവില്ല. ടോണി ഷാർക്കിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ. പക്ഷേ ഈ ഒരു ന്യായീകരണം മൂവിക്ക് പുറത്തുള്ളതാണ്. സ്റ്റോറി വൈസ് ഇതിന് യാതൊരു ലോജിക്കുമില്ല. കഴുത്തിലൂടെ ചുറ്റി മൂക്കി പിടിക്കുന്ന പരിപാടിയാണ് ഡെഡ്പൂൾ കാണിച്ചത്. മേ ബി ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ്. ആൻഡ് ഏറ്റവും രസകരമായ കാര്യം അതല്ല, ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ്റെ എൻഡിങ്ങിൽ ആ അൾട്ടർനേറ്റീവ് വോൾവറീൻ മെയിൻ എക്സ്മെൻ യൂണിവേഴ്സിലാണുള്ളത്. അപ്പോൾ ടെക്നിക്കലി അവിടെ ഒരേ സമയത്ത് 2 വോൾവറീൻ ഉണ്ട്. ഒന്ന് ഭാവിയിൽ മരിക്കാൻ പോകുന്ന ഈ ലോഗൻ, ഒന്ന് നമ്മുടെ ഹീറോ വോൾവറീനും. ലോറയുടെ കാര്യമാണ് ഏറ്റവും വലിയ കോമഡി. കാരണം നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് ലോഗൻ സിനിമയിലെ ലോറ തന്നെ ആവണം ഈ ലോറ. അൺലെസ് ദേ ചേഞ്ച് ദാറ്റ്, ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ ഇപ്പോൾ 2 ലോറയുണ്ട്, അതും സെയിം വേർഷൻ തന്നെ. ഇതിലിപ്പോൾ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റിയ കാര്യം ഒരു ഫ്യൂച്ചർ മൂവിയിൽ എങ്ങനെയെങ്കിലും ഇവരെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ MCUവിൻ്റെ പാർട്ടായ സ്ഥിതിക്ക് ആ മൾട്ടിവേഴ്സിലെ നിയമങ്ങൾ ഇവിടെയും ബാധകമാണ്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ പറയുന്ന പോലെ ഒരു യൂണിവേഴ്സിലെ ആൾ മറ്റൊരു യൂണിവേഴ്സിൽ പോയി അധികം പണിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇൻകർഷനൊക്കെ ഉണ്ടാവും. അതൊടുക്കാം ആ യൂണിവേഴ്സിൻ്റെ നാശത്തിന് തന്നെ കാരണമാവും. സോ മേ ബി ഫ്യൂച്ചറിൽ ആ വോൾവറീനും ലോറയും ആ യൂണിവേഴ്സിൽ നിന്ന് പോകുമായിരിക്കും. പിന്നെ മൂവിയുടെ എൻഡിങ്ങിൽ നമ്മുടെ ഹണ്ടർ B-15 പറയുന്നുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിന് കുഴപ്പമൊന്നുമില്ല, ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിന് എൻ്റെ ആവില്ല എന്നൊക്കെ. പക്ഷേ അതൊരിക്കലും മറ്റേ വോൾവറീൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല വേറെ യൂണിവേഴ്സിലെ ഒരു വോൾവറീൻ വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം മാറുമെന്ന്. ഇൻഫാക്ട് ഈ ആങ്കർ ബീയിങ് എന്ന കോൺസെപ്റ്റ് തന്നെ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഒരു റാൻഡം പേഴ്സൺ മരിക്കുമ്പോൾ യൂണിവേഴ്സ് മൊത്തം അങ്ങോട്ട് ഇല്ലാണ്ടാവുമോ? മരിക്കുന്നത് ഒരു പവർഫുൾ എൻറ്റിറ്റി ആണെങ്കിൽ, ലൈക്ക് ലിവിങ് ട്രൈബ്യൂണലോ ഇറ്റേണിറ്റി ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഇതൊരുമാതിരി ചുമ്മാ ഒരു രസത്തിനുണ്ടാക്കിയ പ്ലോട്ട് പോലെയുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് MCUവിൻ്റെ ആങ്കർ ബീയിങ് ആരാന്നായിരിക്കും. ആരേലും ആയിക്കോട്ടെ. ആക്ച്വലി കോമിക്സിൽ ഇതിന് സിമിലറായ ഒരു സംഭവമുണ്ട്, ഓവൻ റീസ് അഥവാ മോളിക്യൂൾ മാൻ. അതായത് കോമിക്സിലെ മൾട്ടിവേഴ്സിലെ ഓരോ എർത്തിലും ഓരോ മോളിക്യൂൾ മാൻ ഉണ്ടാവും. ഇവരെ ക്രിയേറ്റ് ചെയ്തത് ബിയോണ്ടേഴ്സ് ആണ്. സീക്രട്ട് വാർസുമായി വളരെയധികം ബന്ധമുള്ള ഒരു ക്യാരക്ടറാണിത്. ഒരു യൂണിവേഴ്സിലെ മോളിക്യൂൾ മാൻ മരിക്കുമ്പോൾ ആ യൂണിവേഴ്സും കൂടെ ഡിസ്ട്രോയ് ആവും. കോമിക്സിലെ സീക്രട്ട് വാർസിന് കാരണമാവുന്ന ഇൻകർഷൻസ് തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിൽ ഒരു മോളിക്യൂൾ മാൻ മരിക്കുമ്പോഴാണ്. MCUവിൽ ഇതുവരെ മോളിക്യൂൾ മാൻ വന്നിട്ടില്ല. സോ ആ ഒരു റോളിലേക്ക് ഈ ആങ്കർ ബീങ്സിനെ കുത്തിക്കയറ്റിയാൽ മതിയാവും. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ്റെ എൻറ്റയർ സ്റ്റോറി പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മാർവൽ ലെജൻഡ്സ് ക്യാരക്ടേഴ്സിന് ഒരു ട്രിബ്യൂട്ടും സെൻഡ് ഓഫും ഒക്കെ കൊടുക്കാനാണ്. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. പക്ഷേ ആ ഒരു യാത്രയിൽ അവർ ടൈം ലൈനും സ്റ്റോറിയും ലോജിക്കും ഒക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞു. ആൻഡ് ഇൻ ടേൺ ഇറ്റ് ഓൾസോ ക്രിയേറ്റഡ് സം ന്യൂ പ്രോബ്ലംസ്. ആസ് ഐ സെഡ്, ഇത് MCUവിൻ്റെ ഭാഗമാണ്. വേൾഡ് ബിൽഡിങ്ങിലും ടൈം ലൈനിലും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന MCUവിൽ ഈ മൂവിയിലെ മേൽപ്പറഞ്ഞ ഇഷ്യൂസ് ഒരു കരട് തന്നെയാണ്. MCUവിലൊന്നും ഇത്തരത്തിൽ അബ്രപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ചേഞ്ചസ് അത്ര വർക്കൗട്ട് ആവില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻഡ് ഗെയിമിൽ നമ്മൾ കണ്ട 5 ഇയർ ടൈം ജമ്പ്. സ്റ്റോറി വൈസ് ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിലും എൻഡ് ഗെയിമിന് ശേഷമുള്ള MCU പ്രൊജക്ട്സ് പരിശോധിച്ചാൽ അറിയാം ആ 5 വർഷ ടൈം ജമ്പ് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. എന്തിന് ഇപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തത കിട്ടിയിട്ടില്ല. ആ 5 കൊല്ലം എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ വന്നു പോയി എന്നൊക്കെ. ഈവൻ ആ ബ്ലിപ്പിൻ്റെ എഫക്ട്സ് കാണിക്കാൻ തന്നെ ഇവർ കുറേ കഷ്ടപ്പെട്ടതാണ്. ബട്ട് ദേ അറ്റ്ലീസ്റ്റ് ട്രൈ ടു ബിൽഡ് അപ്പ് ഓൺ ഇറ്റ്. അതായത് സ്റ്റോറിയിൽ ആ ഒരു ടൈം ജമ്പിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ്സ് ലോജിക്കൽ. പക്ഷേ ഡെഡ്പൂൾ ആൻഡ് വോൾവറീനിൽ കാണിച്ചതൊക്കെ ഇനി അവർ മെൻഷൻ ചെയ്യുമെന്ന് പോലും അറിയില്ല. റാൻഡം ക്യാരക്ടേഴ്സിനെ യൂണിവേഴ്സുകൾ മാറ്റുന്നു, ടൈം ട്രാവൽ ചെയ്യിക്കുന്നു, യൂണിവേഴ്സുകളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യിക്കുന്നു. ഇറ്റ്സ് എ ലോട്ട്. ഓഫ് കോഴ്സ് നാളത്തോടെ എല്ലാം അവസാനിക്കില്ല. ദേ സ്റ്റിൽ ഹാവ് ടൈം ടു പ്രോപ്പർലി പ്ലേസ് ആൻഡ് എക്സ്പ്ലെയിൻ എവറിത്തിങ്. സോ നമുക്ക് കാത്തിരിക്കാം മൾട്ടിവേഴ്സിൽ ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഡെഡ്പൂൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഈ വീഡിയോ ഒരിക്കലും ഡെഡ്പൂൾ ആൻഡ് വോൾവറീനെ താഴ്ത്തിക്കെട്ടാൻ ഉണ്ടാക്കിയതല്ല. ഐ ലവ് ദിസ് മൂവി. ബട്ട് ഒരു MCU ഫാൻ എന്ന നിലയിൽ എൻ്റെ കൺസേൺ അറിയിച്ചു എന്ന് മാത്രം. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇപ്പോഴത്തെ MCUവിൽ ഓരോരുത്തർ കാണിച്ചു വിട്ടുന്ന കാണുമ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറീനൊക്കെ പ്യുവർ തങ്കമാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ദേ ലേൺ ഫ്രം ദ ബെസ്റ്റ് ആൻഡ് അവോയ്ഡ് ദ വേസ്റ്റ്. ഇനി അങ്ങോട്ട് MCUവിൻ്റെ അവസ്ഥ എന്താവുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. സോ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട്.